ഞമ്മളോ? തെണ്ടി പട്ടിന്നല്ല, തൊണ്ടി കിട്ടി സിഗരറ്റിന്റെ കുറ്റി. ഈനെന്തേ തണുപ്പത്ര അതിശയിക്കാനുള്ളത്? നിങ്ങൾ ഇതുവരെ സിഗരറ്റ് കണ്ടില്ല? ഇതെങ്ങനെ ഇവിടെ വന്ന്? 4ാം ക്ലാസ് പഠിക്കുമ്പോ ഉപ്പാന്റെ മുറിബീടി വലിച്ചേന് പുളിമ കെട്ടി അടി കിട്ടിയതിന് ശേഷം ഈ സാധനം നമ്മൾ കൈകൊണ്ട് തൊട്ടിട്ടില്ല. 4ാം ക്ലാസ്സിൽ നീ ബീഡി വലിച്ചിട്ട് അടി കിട്ടാത്ത ആരെങ്കിലും വലിച്ചിട്ടു പോയതായിരിക്കും. അപ്പൊ ഈ ബീഡി വലി തുടങ്ങിയോ? ആ, ഞമ്മളെ 4ാം ക്ലാസ് പഠിച്ചില്ലല്ലോ, നേരിട്ട് 8ൽ കല്ലേനോ. ഇയൊന്ന് ഊത്. അന്നോട് ഊതാനാ പറഞ്ഞത്, ഊതണിങ്ങോട്ട്. ഓ ഓന്റെ പാത്തോ, അനക്കൊന്ന് പല്ലിച്ചൂടേനോ? എന്തൊരു നാറ്റാണിത്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, പല്ല് തേക്കണല്ലോ എന്നിങ്ങനെ വിചാരിച്ചു കുത്തിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചേ. ആരെ കാലടിയാണ് കയ്യടിയാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. ഹോ, നിങ്ങളത് ഒടുക്കത്തൊരു സംശയാണ് കേട്ടോ. ഇത് നിങ്ങളെ കൊണ്ടേ പോവൂ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടേണ്ട പാത്തോ കേട്ടോ. കേസന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കേസന്വേഷണോ? MIT മൂസ് ഇപ്പൊ CID മൂസ് അയക്കണോ? തെളിവുകളൊക്കെ ഞമ്മക്ക് കിട്ടിയിരിക്കണം. ഇനി ആർക്കും രക്ഷപ്പെടാൻ പൈതുകളില്ല. ഞമ്മളെ കാഞ്ചിന്റെ തുമ്പത്താണ് ഇനി നിങ്ങളൊക്കെ ജീവിതം. നിങ്ങളൊന്ന് പോയായിരുന്നു, നിങ്ങൾ പേടിപ്പിക്കണേ. ഞാൻ പോയി പല്ലി വയ്ക്കട്ടെ. അല്ലേ മാണ്ടത്ത് പല്ലി വയ്ക്കണ്ട, കൊൽക്കു ഞാതി. ഇത് ഏതോ ഒരു കാലമാടന്റെ ആണ്. ഈ ബൈക്കാണോ പോയത്? ഒരു കാലം ഇവിടെ വെച്ചിട്ട് പിന്നെ ഓനം കൊണ്ട് ചാടിക്കാഞ്ഞു. മോനെ റിസ്വാനെ, ഞമ്മളെ മൊഞ്ചത്തി റസിയ, മക്കള് രണ്ടാളും കൊണ്ട് വരി. മക്കളെ ഉപ്പ ശരിക്കും ഒന്ന് കാണട്ടെ. അല്ല, ഉപ്പ വല്ല നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നുണ്ടോ? ഇതുവരെ കേൾക്കാത്ത ഡയലോഗാ. ഞമ്മളെ ജീവിതം തന്നെ ഒരു നാടകല്ലേ റിസ്വാനെ? ഉപ്പ എന്താ ഇങ്ങക്ക് കൊണ്ടുവന്ന് നോക്ക്. നോക്കട്ടെ, അവിടെ നിക്കടാ, നോക്കട്ടെ. പരിപ്പ് വടയല്ലുണ്ട്. ഇതെന്തിനാ? തിന്നോ, എന്റെ മക്കൾക്ക് തിന്ന ഉപ്പ കൊണ്ടുവന്നതാ. വയറ് നിറച്ച് കഴിച്ചോളി. ഉപ്പ അത് കണ്ട് മനസ്സ് നിറയ്ക്കട്ടെ. അല്ല, ഇത് തിന്നാലേ വയറിലെ അറിയാ. ഉപ്പാന്റെ മനസ്സെങ്ങനെയാ അറിയാ? ഇതൊന്നും വേണ്ടേ നീ. കൈക്ക് മോനെ, കൈക്ക്. ഉപ്പാന്റെ ഒരു ആഗ്രഹല്ലേ? അതല്ലേ ഈ ഉണങ്ങിയ പരിപ്പാടി ഇരുമ്പ് പോലെ തെള്ളുണ്ടെ തിന്നാൻ കഴിയലേറ്റാ. ഉപ്പാക്ക് CB വാങ്ങിക്കൂടേനോ? ആർക്ക് വേണം ചിക്കൻ ബിരിയാണി? എനിക്ക് സിൽക്ക് മതിയായിരുന്നുപ്പാ. സിൽക്കിന്റെ ചുരിദാർ അനക്ക് ഉപ്പ പിന്നെ മേടിച്ചു. ഇപ്പൊ ഇത് കൈക്ക്. ഹോ, ആ ചുരിദാറല്ല ഉപ്പ, ചോക്ലേറ്റാ. ഡയറി മിൽക്ക് സിൽക്ക്. സിൽക്ക് കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? എനിക്ക് പട്ടോണ്ടുള്ള മുട്ടായി മേടിച്ചൊരു ഉപ്പ. പിന്നെ ഉപ്പ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയോ? കുടുങ്ങിയോ? ഞാൻ പറയല. സ്കൂളിൽ ചോദ്യം സഹിക്കാൻ പറ്റാണ് ഇവിടെ വന്നത്. ഇവിടെ വീട്ടിൽ നിന്ന് ചോദ്യാ. ഞാൻ ക്ലാസ് കട്ട് ചെയ്തുപ്പാ. ഇത് വടിയെടുത്തോണ്ട് ഹെഡ്മാസ്റ്റർ ചോദിക്കണ ചോദ്യമല്ല. മക്കൾക്ക് ഉപ്പാനോടാണോ ഉമ്മാനോടാണോ കൂടുതൽ ഇഷ്ടോ? ഒരു മൂവി ക്യാമറ എത്തുന്ന എനിക്ക് ഉപ്പാനോടാണ് ഇഷ്ടം. പിന്നെ ഞാനെ കുത്തിയാലും ഞാനാണ്. ഒരു സ്കൂട്ടി വാങ്ങിച്ചു തന്നാല് ഞാൻ ഉമ്മാനെ തള്ളി പറയും. പ്രോമിസ്, സത്യം. നിങ്ങളെ ഉമ്മാക്ക് ഉപ്പ എന്തൊക്കെയാ മേടിച്ചു കൊടുത്തെന്നറിയോ? ഫാഷൻ മാറുമ്പോ സാരി, നല്ല മൊഞ്ചുള്ള വളയും മാലി. എല്ലാവർക്കും മൊബൈൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞെക്കി ക്ഷീണിക്കണ്ടെന്ന് കരുതി തോണ്ടിത്തെറിപ്പിക്കണ മൊബൈലും വാങ്ങിച്ചു കൊടുത്ത്. പാല് കൊടുത്ത കൈക്ക് തന്നെ ഓള് കടിച്ച്. ഉമ്മ ആളൊരു സെൽഫിഷാ ഉപ്പാ. സെൽഫിസ് അല്ലോള്, അതിലും വലിയ ഫിസ. സ്രാവാണോള്, കൊമ്പൻ സ്രാവ്. ഉപ്പാനെ പോലത്തെ ചെറിയ ചെറിയ മീനുകളെ തിന്നേണ്ട കൊമ്പൻ സ്രാവ്. സെൽഫിഷ് എന്ന് പറഞ്ഞ മീനല്ല ഉപ്പാ, സ്വന്തം കാര്യം നോക്കി നടത്തുന്ന പറയുന്ന പേരാണ്. എന്നാ ഓള് അതന്നെയാണ്. അനക്ക് സ്കൂട്ടി എന്തായാലും ഉപ്പ മേടിച്ചു തരും. അപ്പന്റെ ക്യാമറ വേണ്ട വേണ്ട. അത് രണ്ടും മേടിച്ചു തന്നിട്ടേ ഉപ്പ ജയിലിലേക്ക് പോവുള്ളൂ. ജയിലിലേക്കോ? ആടെങ്കിലും മീൻ വെക്കാൻ പോവുക? തൂക്കിക്കൊന്നില്ലെങ്കിൽ ഉപ്പ 14 വർഷം കഴിയുമ്പോ തിരിച്ചു വരും. നമ്മളെ മക്കള് വിഷമിക്കണ്ട. ഉപ്പ കണ്ണൂരിലുണ്ടാവും. ഉപ്പ ആരാ കൊല്ലുന്നത്? അതിന്റെ പിന്നെ ഒരു ത്രില്ലിംഗ് സ്റ്റോറി ഉണ്ടാക്കല്ലോ. എനിക്ക് സിനിമക്കുള്ള കഥയെ കിട്ടും. ഒരു കശ്മലിനെ നമ്മൾ കൊല്ലണം. നമ്മൾ ക്ഷണിക്കാണ്ട് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു കശ്മലെ. ഇതേതോ ഒരു സിനിമയിലെ ഡയലോഗ് ആണല്ലോ. എന്തായാലും ഉപ്പ ധൈര്യമായിട്ട് കൊന്നോ, പരോള് കിട്ടുമ്പോ വന്നാ മതി. മക്കള് പഠിച്ച് വലിയ ആൾക്കാരാവണം കേട്ടോ. പഠിക്കാണ്ടിട്ട് നമ്മൾ വലിയൊരാളാവും. ഉപ്പ വരുമ്പോഴേക്കും ഞാൻ വലിയൊരു ഡയറക്ടർ ആയിട്ടുണ്ടോ. എന്റെ ഫസ്റ്റ് മൂവി ഞാൻ ഉപ്പാക്ക് സമർപ്പിക്കും. ഉപ്പാക്ക് അത് മതി. ഉപ്പാക്ക് പെരുത്ത സന്തോഷായി. ഉപ്പത്തിരി ആനന്ദ കണ്ണീര് പൊയ്ച്ചോട്ടെ. ഇന്ന് രാത്രി നമ്മളിവിടെ ഉണ്ടാവൂല. നാളെ രാവിലെ വരൂ. അല്ല, നിങ്ങൾ ഈ മഴ മൂടിക്കെട്ടി നിക്കണ സമയത്ത് ഏട്ടാ പോണേ?
നമ്മൾ മീൻ പിടിക്കാൻ പോവുക. നല്ല മയത്തെ നല്ല പൊയ്മീൻ ഇറങ്ങിണ്ടാവും. അത് മുഴുവനും നമ്മളെ പിടിക്കാൻ പോവുക. രാവിലെ വരൂ. ചെറിയൊരു മൊയ്യു കൊളുത്തി വലിച്ചാല് നിങ്ങൾ മൊയ്യുവിന്റെ ഒപ്പരം കൊളത്തിലേക്ക് മൂക്കും കുത്തി വീണ ആളാണ്. അതിനുള്ള ഉസരേ ഉള്ളൂ. ദാ പോയാ മുങ്ങിപ്പോ. നീന്തൽ അറിഞ്ഞൂടാത്തതാണ്. ദാ വേണ്ടാത്ത പണിക്ക് നിക്കല്ലേ. ആ പാത്തോ, ഇനി ഈ നമ്മളെ പരീക്ഷിക്കരുത്. രണ്ടിലൊന്നും അറിയാനാ നമ്മള് പോണേ. രണ്ടിലൊന്നറിയാൻ ഞങ്ങൾ പോണേ, അല്ലാണ്ട് മീൻ പിടിക്കാനല്ലേ. മുറ്റത്തെ മുല്ലക്ക് മണല്ല പാത്തോ, മണല്ല. അതിന്റെ മണയ്ക്ക് ഒരിക്കൽ തിരിച്ചറിയും. അത്രയും നമുക്ക് പറയാനുള്ളൂ. അതിന് റിസ്വാനെ ഇവിടുത്തെ മുറ്റത്ത് ഏടാ മുല്ലല്ലേ ഞമ്മള് കണ്ടില്ലേലോ, ഞമ്മള് നട്ടിയില്ലേലോ. റസിയ ഉപ്പന്റെ കോമഡി ചെറുക്കി. അതിന് ആരാന്റെ പറമ്പിലെ മുല്ലേന്റെ മണ എന്റെ മൂക്ക് കൂടെ കേറും. അത് ശവന്നാരാന്ന് ഒരിക്കൽ തിരിച്ചറിയൂ കേട്ടോ. അല്ല, നിങ്ങൾ മീൻ പിടിക്കാൻ പോണേന് എന്തിനാണ് നമ്മളെ മുല്ലേന്റെ സവന്നാറിന്റെ ഒക്കെ കഥ പറയണത്? ഉപ്പ നിങ്ങളൊരു കൊമ്പനെ പിടിച്ചു മോനെ, വയലിലെ വെള്ളത്തിൽ നീ ഒരു ചെറിയ പരലിനെ കിട്ടി, അത് വലിയ കാര്യം വിചാരിച്ചോളി. ഇന്നെന്റെ ചൂണ്ടയില് ഒരു കൊമ്പം കൊടുക്കും. അതിനെയും കൊണ്ടേ നമ്മള് വരും. കൊറേ കാലായി ഓ അവിടെ ചുറ്റി കളിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമ്മള് വിടൂല. നിങ്ങൾ എന്താണ് ഒരു വാലും തലയിലാണ് വർത്താനം പറയണത്? വന്നിട്ട് കാണാൻ. അല്ല ഈറ്റവളാണ് കൊമ്പനെ പോയിക്കോളി. അല്ല അതുമ്മ നേരത്തെ ഞങ്ങളോട് പറഞ്ഞ് ജയിലിൽ പോവാണെന്ന്, ഇപ്പം പറയാണേ കൊമ്പനെ പിടിക്കാൻ പോവാണെന്ന്. ഇന്ത്യത്താണ്. നാളെ ഇന്ത്യന്റെ മുഖ്യമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞു വരും മക്കളെ. നിങ്ങൾ ഉപ്പാണ്. വാടാ ജീലേ ആ വാട്സപ്പിന്റെ കാര്യം പറഞ്ഞ. 5, 8, 9. സുക്കുറേ, ഇന്ന് രാത്രി പോരിട്ടോ. മൂസക്കായി മീൻ പിടിക്കാൻ പോയതാ. ബേജാറാണ്ട, ഇന്ന് വരൂല. മീൻ കൊത്തണോ കാത്തിട്ട് വെറുതെ നേരം പുലർന്ന വരെ ആ പൊയവക്കത്ത് കുത്തിരുന്നോളൂ. വള ഞാൻ അവിടെ എടുത്ത് വെച്ചിക്കണ്. ഈ രാത്രി തന്നെ ഇങ്ങോട്ട് പോരിട്ടോ. ഇന്നത്തോടെ നമ്മളെല്ലാം അവസാനിപ്പിച്ചരാ. സുശീല, അന്റെ തുശീല നമ്മൾ മാറ്റിത്തരാടാ. പാത്തോ, എത്ര കാലായി എന്റെ മുന്നിൽ അഭിനയിക്കണ്. ഇന്ന് അതിന്റെ ക്ലൈമാക്സ് ആണ് പാത്തോ. അതാരാ വരുന്നേ? ആ റിസ്വാനാണല്ലോ. ഓ മൂത്രയ്ക്കാൻ വരികയോ? നട്ടപ്പാതിരക്ക് വണ്ടിമേ കയറിയിരിക്കണോ? സിഗരറ്റ് വലിക്കണോ? കള്ളക്കി മാറി. അപ്പൊ ഈന്റെ കുറ്റിയാണ് ഞമ്മക്ക് കിട്ടി. അനക്ക് ഞമ്മള് തരാട്ടോ. ഇനി സിഗരറ്റ് വലിക്കാൻ എന്റെ കൈ പൊന്തെടുത്ത് ഹിമാറേ. പേടിച്ചിക്കണ ഹിമാർ. സുക്കൂറേ, ഇജ്ജ് ഞമ്മളെ കുടുംബം കൽക്കരുതിട്ടോ. മൂസക്കായി അറിയാണ്ട് ഞമ്മൾ ചെയ്യണ ആദ്യത്തെ കാര്യാണിത്. ദാ വളം വേഗം തന്നെ തിരിച്ചു തരണോ. എന്നെ വിശ്വസിക്കാത്ത ഞാൻ പറ്റിക്കണ്ടിരിക്കോ? ഞാൻ പറ്റിക്കോ? അതും എന്റെ പുന്നാരത്താത്തനെ. എന്റെ മൂത്ത് നോക്കുമ്പോ എങ്ങനെയാ ഞമ്മള് വിശ്വസിക്കുക? ഞമ്മള് രണ്ടാളും ഒരു വയറ്റിന്ന് വന്നതുകൊണ്ടാണ് ഞമ്മള് വള തരാൻ നോക്കണത്. എന്റെ കണ്ണീര് കാണുമ്പോ ഞമ്മളെ മനസ്സങ്ങ് അലിഞ്ഞു. അങ്ങനെ അലിഞ്ഞ് കാളയല്ലേ താത്ത, ഇനി ഒരുപാട് അലിക്കാനുള്ളതല്ലേ. നോക്ക് നോക്ക്, ഒരു ഇബ്ലീസ് പോണേ. കള്ളനാ. മഴ തുടങ്ങിയപ്പോ വടി മാണ്ട, ഞമ്മള് മുളകുപൊടി എടുക്ക. ഇനി ഒരു കൊക്കുള്ള പൂതി ഉണ്ടായിരുന്നു. അടിച്ചോ. എന്താ മൂസക്ക ഇങ്ങൾ പെടാ? നിങ്ങൾ പെടുന്നാണോ മീൻ പിടിക്കണേ? എനിക്ക് വേറെ പ്രേമുണ്ടെന്ന്. പ്രേമോ? ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല പാത്തുവോ. അതിന് വേണ്ടിട്ട് അന്റെ മറ്റോ കെട്ടവനെ തല്ലാൻ വേണ്ടി ആ പൊന്തക്കാട്ടിൽ ഒളിഞ്ഞെന്നാ ഞമ്മള്. അല്ലാണ്ട് മീൻ പിടിക്കാൻ പോയതൊന്നല്ല. ഓ എന്റെ അളിയാ, ഇത്താത്തൊരു പാവാണ്.
അളിയൻ അറിയാണ്ട് വള വാങ്ങാൻ വേണ്ടി വന്നതാ ഞാന്. അതാണെങ്കിൽ ഇട്ട് കിട്ടിയോല്ല. 4 മൂസക്കായെ നിങ്ങൾ ഇന്നെ തന്നെ തെറ്റിദ്ധരിച്ചല്ലോ. ഈ ദുനിയാവിൽ നിങ്ങളല്ലാണ്ട് വേറൊരു പുരുഷന്റെ മുഖയ്ക്ക് ഓർമ്മയില്ല. നമ്മളോട് കാര്യം മറച്ചു വെച്ചിട്ടല്ലേ ഇപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടായത്. സുക്കൂർ എന്നോട് കരഞ്ഞ് പറഞ്ഞപ്പോ ഞമ്മളെ മനസ്സലിഞ്ഞുപോയി. ഇനി ഞമ്മൾ നിങ്ങൾ അറിയാണ്ട് ഒന്നും ചെയ്യൂല. ഇനി എന്തും നിങ്ങളോട് ചോദിച്ചിട്ടേ നമ്മൾ ചെയ്യൂ. എന്തായാലും 8ന്റെ പണിയായി പോയി. ഒക്കെ സംഭവിച്ച നല്ലതിനാണ് പാർട്ടിയോ. അതുകൊണ്ട് ഈ വീട്ടിലൊരു പെരുങ്കള്ളനെ ഞങ്ങൾ കണ്ടുപിടിച്ചിക്കണ്. നമ്മളെ കിച്ചൻ ആരും കാണാണ്ട് പൈസ എടുത്ത് ബീഡി വലിക്കണ കള്ളാക്കി മാറണേ അന്റെ മോനെ. നീ വലിക്കണോ? ഓന്റെ വായിൽ എപ്പോഴും ചോദിക്കാൻ ഞമ്മള് കാണണ്ടേ. ഞാനോ റസിയോ ഒന്ന് ചോദിച്ചാലോ തരൂല. ഇപ്പഴല്ലേ കാര്യം മനസ്സിലായത്. അന്റെ ചോദിക്കത്തേക്ക് വലിയ ചക്കിന് വെച്ചത് 2 കൊക്കനാണല്ലോ കൊണ്ടത്. എന്നാ പിന്നെ വേലി കെട്ടണതിന് മുമ്പ് അങ്കിനോടൊരു വാക്ക് പറഞ്ഞുകൊണ്ടോ? എനിക്ക് സൗകര്യമില്ലായിരുന്നു. എന്റെ പറമ്പിൽ വേലി കെട്ടുന്ന ചോദിക്കോ, എനിക്ക് ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഉപ്പ ദേഷ്യപ്പെടാതെ. എങ്ങനെ ദേഷ്യപ്പെടാൻ മോളെ? ഓക്ക് അനുസരണല്ലേ എന്നിട്ടു? ഒരു ഭർത്താവായി ഞാൻ പറഞ്ഞ അനുസരിക്കാനുള്ള ബാധ്യതയില്ലേ ഓൾക്ക്? എന്ന് പറഞ്ഞാല് ദോശ എങ്ങനെ അടിക്കി ഇങ്ങനെ പിടിച്ചു പോവുകയാണ്. എനിക്ക് ദേഷ്യം വരാണ്ട് പിന്നെ ഈനോട് പഞ്ചാര വർത്താനം പറയാൻ പറ്റുമോ? അതെങ്ങനെയാ? എന്തെങ്കിലും ബോധം ഉണ്ടായില്ലല്ലേ? ബാക്കിയുള്ളവര് എത്ര രൂപ കൊടുത്ത് വാങ്ങിയെന്ന് അറിയാം നിങ്ങൾക്ക്? കൺട്രോൾ കൺട്രോൾ പിടിച്ചു നിൽക്കി. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. കണ്ടാലൊരു കോലം, ഇടിവെട്ട് തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. MIT മൂസ, MIT മൂസ,